ഇസ്രായേൽ ഇറാൻ സംഘർഷം യുദ്ധത്തിലേക്ക് കടക്കുമെന്ന ഭയത്തിലാണ് ലോകം. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇരു രാജ്യങ്ങളും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് കൂടിയെന്ന വാർത്തയും പുറത്തുവന്നു. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലെ പിറ്റ് എന്ന് വിളിക്കുന്ന ബങ്കറിലാണ് ക്യാബിനറ്റ് കൂടിയതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. കിരിയയിലെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലെ ബങ്കറിലാണ് ക്യാബിനറ്റ് കൂടിയത്. ഖത്തറിലെ ദോഹയിൽ ഗസ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഓഗസ്റ്റ് 15 അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് യോഗം ഉണ്ടായത്. ദി ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ആസന്നമായ സാഹചര്യത്തിലാണ് ബങ്കറിൽ നെതന്യാഹു ക്യാബിനറ്റ് കൂടിയത്. ഇറാൻ ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയ ശേഷം ആദ്യമായാണ് ബങ്കറിനുള്ളിൽ ക്യാബിനറ്റ് നടത്തുന്നത്. അർദ്ധരാത്രിയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ക്യാബിനറ്റ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഏപ്രിൽ 13 ഇസ്രായേലിന് നേർക്ക് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടിരുന്നു. അതിനുശേഷം ആദ്യമായാണ് ബങ്കറിൽ യോഗം നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയും ബങ്കറിനുള്ളിൽ ക്യാബിനറ്റ് കൂടിയിരുന്നു. അതിനു മുമ്പ് 2023 ഏപ്രിൽ 13 പിറ്റിനുള്ളിൽ യോഗം ചേർന്നത്. സിറിയയിലെ എംബസി ആക്രമിച്ചതിൻ്റെ മറുപടിയായാണ് അന്ന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത്. ഇറാൻ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഇസ്രായേൽ കനത്ത ജാഗ്രതയിലാണ്. ജനങ്ങളോട് മുൻകരുതലുകൾ സ്വീകരിക്കാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും കരുതണമെന്നും സുരക്ഷിത താവളങ്ങൾ അന്വേഷിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനെ നേരിടാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ആയുധങ്ങൾ ഉപയോഗിക്കുമെന്നാണ് ഇറാൻ്റെ ഭീഷണി. അതിനിടെ ഇറാൻ്റെ ആക്രമണം അവഗണിക്കാനാവില്ലെന്നും ശക്തമായി പ്രതികരിക്കുമെന്നും ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ വ്യോമസേന ഇറാനെതിരായ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നും US നിർമ്മിത F-16, F-15, F-35 യുദ്ധവിമാനങ്ങളുടെ വ്യൂഹം കരുത്ത് പകരുമെന്നും സുരക്ഷാ ക്യാബിനറ്റ് വ്യക്തമാക്കിയതായി ഇസ്രായേൽ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനെതിരായ പ്രത്യാക്രമണത്തിൽ US പങ്കെടുക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ യുദ്ധക്കപ്പലുകളും മറ്റ് സൈനിക സന്നാഹങ്ങളും അമേരിക്ക ഇസ്രായേൽ തീരത്തേക്ക് അയച്ചിട്ടുണ്ട്. അതോടെയാണ് ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കാൻ അമേരിക്കയും ഉണ്ടാകുമെന്ന സൂചന പുറത്തുവരുന്നത്. പലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് മേധാവിയുമായ ഇസ്മായിൽ ഹനിയയെയും ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനൊരുങ്ങുന്നത്. ഹിസ്ബുള്ളയും ഇറാനും സംയുക്തമായാണ് ആക്രമിക്കുന്നത്. ഈ നീക്കത്തെ വലിയ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായി അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കനെ ഇസ്രായേൽ തീരത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും എന്നാണ് വിലയിരുത്തൽ. ഇറാനെ ഇസ്രായേലും ഭയപ്പെടുന്നു എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. ഇറാൻ മാത്രമല്ല, പിന്നിൽ നിരവധി രാജ്യങ്ങൾ പിന്തുണയുമായി അണിനിരക്കുമെന്നും ഇസ്രായേലിന് വ്യക്തമായി അറിയാം. റഷ്യയുടെ പിന്തുണയും ഇറാനുണ്ടാവും. ഹിസ്ബുള്ള പോലെയുള്ള കൂലിപ്പട്ടാളങ്ങളെ അവഗണിക്കാനാവില്ല. കനത്ത ആൾനാശം വിതയ്ക്കാൻ ഇവർക്കാവും. ഈ ഭയം കൊണ്ടാണ് ബങ്കറിനുള്ളിൽ സുരക്ഷാ ക്യാബിനറ്റ് കൂടിയതെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, നെതന്യാഹു താമസിക്കുന്നതും ഇത്തരമൊരു ബങ്കറിനുള്ളിലാണെന്നും സൂചന വരുന്നുണ്ട്.